മീൻ മുളകിട്ടത് തയ്യാറാക്കുമ്പോൾ ഒരുപാട് പേര് പറയുന്ന പരാതിയാണ് കറിക്ക് കട്ടിയില്ല എന്നുള്ളത്. നിങ്ങൾ ഇതുവരെ മീൻകറി തയ്യാറാക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ മീൻകറി വെക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നാടൻ രുചിയുള്ള മീൻകറി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഈ ഒരു മീൻ മുളകിട്ടത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. മീൻകറി തയ്യാറാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ നല്ല വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഉലുവ മൂത്ത് വന്നാൽ 5 6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂണോളം വലിയുള്ളി, അതായത് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഫ്രഷ് ആയിട്ട് ചതക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ഉള്ളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നവരെ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുക. ചിലരൊന്നും മീൻ മുളകിട്ടതിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല, പക്ഷെ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കറിക്ക് നല്ല കട്ടി ഉണ്ടാവും. ഈ പൊടികൾ നന്നായിട്ടൊന്ന് കുക്കായി വരണം. അതിനായിട്ട് നമ്മളിതിലേക്ക് ഒരു 1 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഈ ഒരു സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് 2 നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ചേർക്കാതെ ഒന്നങ്ങ് അടിച്ചെടുക്കണം. പൊടികൾ കുക്കായി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ അരച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എത്രയാണോ കറിക്ക് തിക്നെസ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ കറിയൊക്കെ തയ്യാറാക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് പൊടികളും തക്കാളിയുടെ ഒക്കെ എണ്ണം നിങ്ങൾ കൂട്ടണം കേട്ടോ. കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മീൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആവോലി കഷ്ണങ്ങളാണ് ചേർത്തത്. ഏത് മീനായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അധികം വേവില്ലാത്ത മീനാണെങ്കിൽ കറിയൊക്കെ നല്ല കുറുകി തിക്കായതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ച് സമയം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി മീൻ കഷ്ണങ്ങൾ ഇതിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം കയ്യിലിട്ട് ഇളക്കരുത് കേട്ടോ. 1 2 തവണ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും അടച്ച് വെക്കുക. വേണമെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഞാനതാ ഈ ഒരു പരുവത്തിൽ കറി ആവുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ തീ ഓഫാക്കാറുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് തയ്യാറാക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ തിക്നെസ് ഇല്ലാത്ത പോലെ തോന്നും, പക്ഷേ ഇതാ ഈ ഒരു രീതിയിൽ ഒരു 2 മണിക്കൂറൊക്കെ കറി ഒന്ന് ഇരിക്കുമ്പോഴേക്ക് നല്ലപോലെ കുറുകി സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. എപ്പോഴും നമ്മൾ മീൻ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് സമയം മുന്നേ തയ്യാറാക്കി വെക്കുക. എന്നാലാണ് അത് ഇരുന്ന് നല്ല കുറുകി വന്നാലാണ് കറി കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ. നമ്മൾ കറി തയ്യാറാക്കിയ ഉടനെ തന്നെ മീൻ മുളകിട്ട് എടുത്ത് കഴിക്കുമ്പോൾ അതിങ്ങനെ കറി ലൂസായിട്ടാണ് ഉണ്ടാവാൻ കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിതാ ഇതേപോലെ തക്കാളിയൊക്കെ അരച്ച് തയ്യാറാക്കുന്ന കറിയാകുമ്പോൾ ഇരിക്കും തോറും കട്ടി കൂടും കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പുളി ചേർക്കാം, പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് പുളി ചേർക്കുമ്പോൾ വയറിന് പ്രശ്നമുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പുളി ചേർക്കാതെ കറി തയ്യാറാക്കി കാണിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീൻ കറിക്ക് ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാ തരം വിഭവത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയത്. എന്നതേ പോലെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.